മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അള്ളാഹു റസൂലായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതുവരെ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ച, അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട വലിയ ഒരു വിഭാഗം ആളുകളും മുഹമ്മദ് റസൂലുള്ളയെ ഒറ്റപ്പെടുത്തി. അതുവരെ വളരെ ഇഷ്ടമുള്ള, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അവർക്ക് ഇഷ്ടമുള്ള ഒരു യുവാവായിരുന്നു മുഹമ്മദ് റസൂലുള്ള. അവരുടെ പല കാര്യങ്ങളിലും റസൂലുള്ള ഇടപെട്ടിട്ടുണ്ട്, പല കാര്യങ്ങളിലും റസൂലുള്ളയുടെ ഇടപെടലിനെ അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. മുഹമ്മദ് റസൂൽ ആകുന്നതിന് മുമ്പ് മക്കയിൽ കഅബയുടെ പരിസരത്ത് ഏതാനും ചില ഗോത്രങ്ങൾ തമ്മിൽ വലിയ ഒരു ലഹളക്ക് കാരണമാകാവുന്ന ഒരു സംഭവത്തെ റസൂലുള്ള വളരെ നിസ്സാരമായി കൊണ്ട് പരിഹരിച്ചു കൊടുത്തു. റസൂൽ ആകുന്നതിന് മുമ്പ്, അഥവാ കഅബാലയത്തിന്റെ ചില അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അതിന്റെ പരിപാലകരായിട്ടുള്ള ആ പരിസരത്തെ വലിയ ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ തീരുമാനമെടുത്തു, ഒന്ന് പുതുക്കി പണിയണം, ചില കേടുപാടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് പുതുക്കി പണിയാൻ വേണ്ടി അവർ തീരുമാനിച്ചപ്പോൾ അവർക്കതിന് ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പുതുക്കി പണിയുന്നതിലേക്ക് പണം ആവശ്യമാണ്. അപ്പൊ ആ പണം നല്ല രീതിയിൽ സമ്പാദിച്ച പണം മതി എന്നവര് തീരുമാനിച്ചു. അന്നത്തെ വലിയ കച്ചവടമാണ് കള്ള് കച്ചവടം. അതിന്റെ പണം വേണ്ട. വ്യഭിചാരശാലയിൽ നിന്ന് കിട്ടുന്ന പണം വേണ്ട. ചീട്ടുകളി, ചൂതാട്ടം, അതൊന്നും ഈ കഅബാലയത്തിന്റെ പണിയിലേക്ക് അവർ സ്വീകരിക്കൂല. അവരുടെ അധ്വാനത്തിന്റെ നല്ല പണം മാത്രം മതി എന്നത് അവർ തീരുമാനിച്ചു. അങ്ങനെ പണി തുടങ്ങി. ആ പണി തുടങ്ങുന്ന സമയത്ത് ഹജറുൽ അസ്വദ് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്ത് അവര് താഴെ വെച്ചു, ആ ഭാഗമൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. തിരിച്ച് ഹജറുൽ അസ്വദ് അങ്ങോട്ട് തന്നെ എടുത്തു വെക്കുന്ന സമയമായപ്പോൾ അവർക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടു. ഹജറുൽ അസ്വദ് ഞങ്ങളാണ് എടുത്തു വെക്കാൻ അതിന്റെ അർഹരായിട്ടുള്ള ആളുകളെന്ന് ഒരു വിഭാഗം പറഞ്ഞു. അപ്പൊ മറ്റു കൂടെയുള്ളവർ പറഞ്ഞു ഞങ്ങൾ മാത്രം മോശക്കാരൊന്നുമല്ല, ഞങ്ങൾക്കും വെക്കാൻ പറ്റും. അതൊരു കലഹമായി, പരസ്പരം വലിയൊരു ബുദ്ധിമുട്ടായി. അത് മതി. ആ കാലഘട്ടത്തിലെ അറബി ഗോത്രങ്ങളിൽ വലിയ കാലം യുദ്ധങ്ങൾ നടക്കുവാനും കൊലപാതകങ്ങൾ നടക്കുവാനും പരസ്പരം വെല്ലുവിളിക്കാനും ഒക്കെ കാരണം അത് മതി. അങ്ങനെയാണ് അവരുടെ സ്വഭാവം. ചെറിയ കാരണങ്ങൾ കൊണ്ട് മാസങ്ങളോളം വർഷങ്ങളോളം ലഹളയുണ്ടാക്കുക, യുദ്ധമുണ്ടാക്കുക, അത് അവരുടെ ഒരു ജീവിത രീതിയായിരുന്നു. അത് അങ്ങനെയായിരുന്നു. ഇത് വലിയൊരു പ്രശ്നമായി. ആര് ഹജറുൽ അസ്വദ് തിരിച്ചങ്ങോട്ട് വെക്കണം എന്നത് ഈ ആളുകൾക്കിടയിൽ വലിയ ഒരു പ്രശ്നമായി. ആ സമയത്ത് അതിലൊരാൾ പറഞ്ഞു, നമ്മുടെ ഈ ഒരു അഭിപ്രായ ഭിന്നതക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ഈ കഅബയുടെ പരിസരത്തേക്ക് വരുന്ന ഒരാളോട് നമുക്ക് ഈ പ്രശ്നം പറയാം. അയാൾ നിർദ്ദേശിക്കുന്ന കാര്യം നമ്മളെല്ലാവരും അംഗീകരിക്കാം. പുറമെ നിന്നുള്ള ഒരാള്. അങ്ങനെ പറഞ്ഞ് അവർ കാത്തിരിക്കുമ്പോഴാണ് ആ വഴിയിലൂടെ മുഹമ്മദ് കടന്നു വരുന്നത്. അതവർക്ക് ഏറെ ഇഷ്ടമായി. കാരണം മുഹമ്മദിന്റെ ഇടപെടൽ അവർക്ക് എപ്പോഴും വളരെ ഇഷ്ടമാണ്. ഈ കാര്യം അവർ മുഹമ്മദിനോട് പറയാണ്, റസൂലുള്ള ആയിട്ടില്ല, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ ഹജറുൽ അസ്വദ് തിരിച്ചു വെക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ വലിയ ഭിന്നതയിലാണ്, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഒരു നിർദ്ദേശം ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ മുഹമ്മദ് തന്റെ തോളിലെ ഒരു മുണ്ട് താഴെ വിരിച്ചു. എന്നിട്ട് ഈ ഹജറുൽ അസ്വദ് ആ മുണ്ടിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ഈ പറയപ്പെടുന്ന എല്ലാ ഗോത്രത്തിലെ ആളുകളോടും ഈ തുണിയുടെ ഓരോ ഭാഗം എടുത്ത് പിടിക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഓരോ ഭാഗം പിടിച്ച് പൊന്തിച്ചു. അത് ഉയർന്നു വന്നപ്പോൾ മുഹമ്മദ് അതെടുത്ത് ആ സ്ഥാനത്തേക്ക് എടുത്തു വെച്ചു. അങ്ങനെ വലിയ ഒരു പ്രശ്നം
വളരെ ചെറിയ ഒരു കാര്യങ്ങൾ കൊണ്ട് അത് അവസാനിപ്പിച്ചു. ഇങ്ങനെ പല സന്ദർഭങ്ങളും മുഹമ്മദിനോട് കാര്യങ്ങൾ പറയാം എന്ന് അവർക്കൊരു താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മുഹമ്മദിന് കൊടുത്ത ഒരു സ്ഥാനമാണ് അൽ അമീൻ എന്ന് പറയുന്നത്. റസൂലുള്ള ആകുന്നതിന് മുമ്പ് റസൂലുള്ളാക്ക് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ആണ്, സനദ് കൃത്യമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് അൽ അമീൻ എന്ന് പറയുന്നത്. അതൊരു വലിയ അംഗീകാരമാണ്, ചെറിയ അംഗീകാരമല്ല. കാരണം തൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകൾ, തന്നോടൊപ്പമുള്ള ആളുകൾ, അവർക്ക് മനസ്സിലായി മുഹമ്മദ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മാന്യനായ വ്യക്തിയാണ് എന്ന്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ആദരവ്, അൽ അമീൻ എന്നൊരു ആദരവ് മുഹമ്മദിന് കൊടുക്കുന്നത്. അങ്ങനെ സ്നേഹിച്ചിരുന്ന, അങ്ങനെ മുഹമ്മദിനെ കൂടെ നിർത്തിയിരുന്ന ആ ജനങ്ങളോട്, തന്റെ കുടുംബത്തിൽപ്പെട്ട, അയൽവാസികളിൽപ്പെട്ട, തന്റെ സഹചാരികളിൽപ്പെട്ട, സുഹൃത്തുക്കളിൽപ്പെട്ട ആ മക്കയുടെ പരിസരത്ത് മുഹമ്മദിനെ അറിയുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു തആല മുഹമ്മദിനോട് പറയാണ്, അവരോട് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ നമുക്കൊരു ആരാധ്യനില്ല എന്നത് അവരെ ബോധ്യപ്പെടുത്തണം. കാരണം അവര് അല്ലാഹു അല്ലാത്ത മറ്റൊരുപാട് ആളുകളോട് പ്രാർത്ഥിക്കുന്ന, തേടുന്ന, പ്രതീക്ഷിക്കുന്ന, സഹായം തേടുന്ന, നേർച്ചകൾ നടത്തുന്ന, വഴിപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതില് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് തേടുന്ന ആളുകളുണ്ട്, ഇസ്മായിൽ നബിയോട് സങ്കടം പറയുന്ന ആളുകളുണ്ട്, ലാത്തയും ഉസ്സയും മനാത്തയും ഹുബുലും ഒക്കെ അവരുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് പരിഹാരമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ് ആ മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ. ഇനി ആ ജനതയോടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരും ഇല്ല എന്ന് പറയണം. അത് മുഹമ്മദ് റസൂലുള്ളാഹ് ആ ജനതയുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ അവർക്കത് എന്താണ് മുഹമ്മദ് പറയുന്നത് എന്ന് കൃത്യമായി മനസ്സിലായി. അതാണ് അതിലെ ഒന്നാമത്തെ പോയിന്റ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്നതിനെ ആ ജനങ്ങൾക്ക് ഒരു സംശയമില്ലാത്ത തരത്തിൽ ബോധ്യപ്പെട്ടു. അഥവാ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, മുഹമ്മദ് ഈ പറയുന്നത് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ, പിന്നീട് നമുക്ക് ഇബ്രാഹിം നബിയോട് തേടാൻ കഴിയില്ല, നമുക്ക് ഇസ്മായിൽ നബിയോട് ചോദിക്കാൻ പറ്റൂല, ലാത്തയും ഉസ്സയും മനാത്തയും ഹുബുലും ഒന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു മുഹമ്മദിനോടൊപ്പം നിന്നാൽ പിന്നീട് നമുക്ക് വിളിക്കാൻ പറ്റുന്ന നമ്മുടെ ആളുകൾ അല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ അംഗീകരിച്ചില്ല. ഇത്രമേൽ അവർക്ക് സ്നേഹമുണ്ടായിരുന്ന, ഇത്രയധികം അവർക്ക് ആദരവുണ്ടായിരുന്ന ആ മുഹമ്മദ് ഒരിക്കലും ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല എന്ന് അനുഭവമുള്ള ആളുകൾ, അതൊരു വലിയ സർട്ടിഫിക്കറ്റ് ആണ്. മുഹമ്മദ് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അൽ അമീൻ എന്ന സർട്ടിഫിക്കറ്റിന് ശേഷം പിന്നെ റസൂലുള്ളാഹിക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നജ്ജാഷിയുടെ കൊട്ടാരത്തിൽ വെച്ച് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുവാനും റസൂലുള്ളാഹി പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്വീകരിക്കുവാനും തയ്യാറായ റസൂലുള്ളാഹിയുടെ കൂട്ടുകാർ, സ്വഹാബിമാർ എന്നാണ് അവരെ നമ്മൾ വിളിക്കുക, റസൂലുള്ളാഹിന്റെ സുഹബത്ത് ലഭിച്ച ആളുകൾ, അവരെ മക്കയിലുണ്ടായിരുന്ന ആളുകൾ വല്ലാതെ ദ്രോഹിച്ചു. എന്തിന്റെ പേരിൽ? അള്ളാഹ് മാത്രം മതി എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ. അവർക്ക് ലഭിക്കുന്ന പീഡനം മുഹമ്മദ് റസൂലുള്ളാഹി കാണുകയാണ്. റസൂലുള്ളാഹിക്ക് അത് വല്ലാത്ത സങ്കടമായി. തന്റെ മുമ്പിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം തന്റെ സഹോദരങ്ങളെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് ആളുകൾ നജ്ജാഷിന്റെ രാജ്യത്തേക്ക് പോയിക്കോളി എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഹിജറയാണ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ, അഥവാ
അബൂ ത്വാലിബിന്റെ മകൻ അലി റളിയല്ലാഹുവിന്റെ സഹോദരൻ ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ ഈ പറയുന്ന നജ്ജാഷിയുടെ രാജ്യത്തേക്ക് പോയി. പോകുമ്പോ തന്നെ റസൂലുള്ളാഹി പറഞ്ഞിരുന്നു, നജ്ജാഷി നല്ല മനുഷ്യനാണ്, അവിടുത്തെ രാജാവ് നല്ല മനുഷ്യനാണ്, നീതിമാനാണ്, നിങ്ങൾക്ക് അവിടെ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവര് നജ്ജാഷിയുടെ രാജ്യത്തേക്ക് പോയി. അവിടെ ചെന്ന് അവരുടെ ജീവിതം അങ്ങനെ തുടങ്ങി. റസൂലുള്ളാഹി പഠിപ്പിച്ച അലാ ഇലാഹ ഇല്ലല്ലാഹ് അതുവരെ കിട്ടിയ ആ ഒരു ഊർജത്തിൽ അവരവരുടെ ജീവിതം മുന്നോട്ട് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് മക്കയിൽ ആളുകൾ ചോദിക്കുന്നത്, ആര് ഇവരെ അടിച്ചിരുന്ന, ഇവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആള് ചോദിക്കുക, എവിടെ ഇപ്പൊ ഞമ്മൾക്ക് അവരെ അടിക്കാൻ കിട്ടണില്ലല്ലോ, എവിടെ പോയി അവരെ കാണാനില്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞു, അവരിവിടെ ഇല്ല, അവര് നജ്ജാഷിന്റെ രാജ്യത്തേക്ക് പോയിക്കിടുന്നത്. അപ്പൊ അവര് ആ ഖുറൈശികൾ ഒരു മുഷാവറ കൂടിയിട്ട് പറഞ്ഞു, അവരവിടെ നിർത്താൻ പറ്റൂല, അവരെ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരണം, ഞമ്മക്ക് എന്ത് ചെയ്താലും വേണ്ടിയില്ല, തിരിച്ചിവിടെ കൊടുത്തിട്ട് ഈ മുഹമ്മദ് പറയുന്നത് തന്നെയാണ് അവർ പിന്നെയും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അവരെ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള, നാലാൾ പറഞ്ഞാൽ അറിയുന്ന നേതാക്കന്മാരായ ഒരു സംഘം ഈ നജ്ജാഷിയുടെ രാജ്യത്തേക്ക് പോയി. അവിടെ ചെന്ന് കൊട്ടാരത്തിൽ രാജാവിന്റെ അടുത്തേക്ക് ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് അവർ പോയത്. ഭയങ്കര രസമാണ് ഒരു ചരിത്ര സംഭവം. രാജാവിന് കുറെ സമ്മാനം കൊടുത്തു. രാജാവിന്റെ കൊട്ടാരത്തിൽ ഇരിക്കുന്ന രാജാവിന്റെ ഉപദേഷ്ടാതാക്കളുണ്ട്, പണ്ഡിതന്മാര്, രാജാവിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകളൊക്കെ, അവർക്കൊക്കെ ധാരാളം സമ്മാനങ്ങളായിട്ട് അവർ പോയത്. അതൊക്കെ എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, നിങ്ങളുടെ ഈ രാജ്യത്തേക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഏതാനും ചെറുപ്പക്കാർ, കുറച്ച് ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവര് നിങ്ങളുടെ ഈ രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ അവരിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ് അവര്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ തിരിച്ചു ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ പറഞ്ഞയച്ചു തരണം. അപ്പൊ നജ്ജാഷി നീതിമാനായ ഒരു ഭരണാധികാരിയാണെന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നജ്ജാഷി ചോദിച്ചു, നിങ്ങൾ പറയുമ്പോ അവരെ വിളിച്ച് അവരോടും കൂടി ചോദിക്കണല്ലോ, അവർ നിങ്ങളെ നാട്ടിൽ ഉണ്ടാക്കിയുള്ള ഫിത്തന എന്താണ്, അതും കൂടി അറിയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ആളുകളെ നജ്ജാഷി കൊട്ടാരത്തിലേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഈ ഇരിക്കുന്ന ആളുകൾ ഇവരൊക്കെ പോയ മക്കയിൽ നിന്ന് വന്ന ആ ഖുറൈശി മുശ്രിക്കുകളായ നേതാക്കന്മാരൊക്കെ ഇവരെ അറിയോന്ന് ചോദിച്ചു. അറിയും, ഞങ്ങളെ നാട്ടുകാരാണ്. അവര് മനസ്സിലായി അങ്ങോട്ടും കൊണ്ടും. ഇവര് പറയുന്നത് നിങ്ങൾ ഫിത്തനക്കാരാണോ എന്നാണ്. എന്താണ് നിങ്ങളുടെ ഫിത്തന? അവിടെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാഷിയോട് പറയുന്നുണ്ട്, ഞങ്ങള് ആ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്ന സമയത്തിന്റെ ഒരു സംഭവം ഉണ്ടായി. സഹാബിമാര് രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് കടന്നു വരുന്ന ആളുകൾ ആ രാജാവിന് ഒരു ആദരവ് കാണിക്കുക എന്ന നിലയിൽ തലയൊന്ന് താഴ്ത്തി വരണം എന്നത് അവിടുത്തെ ഒരു നിയമമാണ്. പക്ഷെ ഇവര് നേർക്ക് നേരെ തല ഉയർത്തി പിടിച്ചിട്ടാണ് നേരെ വന്നത്. അപ്പൊ തന്നെ ഖുറൈശികൾ ഈ ഫിത്നയുമായി വന്ന ആളുകൾ പറഞ്ഞു, ആ ഒറ്റ കാരണം മതി ഇവരിവിടുന്ന് പുറത്താക്കാൻ. കാരണം ഈ രാജ്യത്തിന്റെ ഒരു നിയമത്തെ ഉള്ളൂ അവര് മാറ്റിയത്, അത് ഇവിടുന്ന് പൊറുക്കൂല, അതുകൊണ്ട് ഇവരെ ഇവിടുന്ന് വിടാൻ മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുക, സമാധാനിച്ചിരിക്കുക. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഒരു മര്യാദ ഉണ്ടായിരുന്നു, അതെന്താ നിങ്ങൾ സ്വീകരിക്കാൻ ചോദിച്ചപ്പോ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തല ചായ്ക്കാത്ത ഒരു വസ്തു ഉണ്ടായിട്ടില്ല. കാണുന്ന മുഴുവൻ കല്ലിന്റെ മുമ്പിലും സുജൂദ് ചെയ്തവരാണ് ഞങ്ങൾ. എല്ലാത്തിനെയും വണങ്ങിയിരുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ നിങ്ങൾ കീഴ്വണക്കം കാണിക്കരുത്, സുജൂദ് അള്ളാഹുവിന് മാത്രമാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം ഈ ശിരസ് പിന്നെ ഒന്നിന്റെ മുമ്പിലും താഴ്ത്തേണ്ടി വന്നിട്ടില്ല. ഞങ്ങള് മദ്യപിച്ചിരുന്ന ആളുകളാണ്. മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹുവിന്റെ ആയത്തുകൾ കൊണ്ട് അത് നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ ഒഴിവാക്കി. വ്യഭിചാരവും പലിശയും ചൂതാട്ടവും പരസ്പര കലഹവും ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി മുഹമ്മദ് റസൂലുള്ളാഹി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞു. നജ്ജാഷി അദ്ദേഹം പറഞ്ഞു, ഇത് നല്ല കാര്യങ്ങളാണല്ലോ, ഇതൊരു ഫിത്തനയല്ലല്ലോ, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. മനുഷ്യൻ അങ്ങനെ മദ്യപാനത്തിൽ നിന്ന് ഒഴിവാൻ സാധിക്കുക, വ്യഭിചാരി അല്ലാവാതിരിക്കുക, പലിശ ഒഴിവാകുക,
ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ആ ഖുറൈശിക്കാരോട് ചോദിച്ചു, ഇവർ ഈ പറയുന്ന ഈ മുഹമ്മദിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ആരാണ് ഈ മുഹമ്മദ്? ഈ കാര്യങ്ങൾ ഇങ്ങനെ ദൈവത്തിന്റെ ആയത്തുകളാണെന്ന് പറഞ്ഞ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന മുഹമ്മദിനെ നിങ്ങൾക്ക് അറിയുമോ? ആരാണ് മുഹമ്മദ് എന്ന് ചോദിച്ചു. അപ്പൊ ഖുറൈശികൾ പറഞ്ഞു, മുഹമ്മദ് ഞങ്ങളെ നാട്ടുകാരനാണ്, ഞങ്ങൾക്ക് അറിയാം. മുഹമ്മദ് കളവ് പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ആരാ പറയുന്നത്? ആ ഖുറൈശികളായ മുശ്രിക്കുകളായ നേതാക്കന്മാർ. എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്തൊരു മനുഷ്യൻ ദൈവത്തിന്റെ പേരിൽ ഒരിക്കലും കളവ് പറയൂല. അതുകൊണ്ട് ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ പറ്റൂല, അവര് നാട്ടിൽ തന്നെ നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആലോചിക്കേണ്ടത്, റസൂലുള്ളാഹിയുടെ കഠിന ശത്രുക്കൾ പോലും അവർ പറഞ്ഞിട്ടില്ല മുഹമ്മദ് കളവ് പറയുന്നവനാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തില് മുസ്ലിം പേരുള്ള, മുസ്ലിം മാതാപിതാക്കളാൽ മുസ്ലിങ്ങളായി ജീവിക്കുന്ന എത്ര ആളുകളാ മുഹമ്മദിനെ കൊള്ളക്കാരൻ, സ്ത്രീലമ്പടൻ എന്തൊക്കെ പറഞ്ഞിട്ടാ പരിഹസിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് മുഹമ്മദ് റസൂലുള്ളാഹിയെ കുറിച്ച് ഒന്നും അറിയില്ല, അവർക്കൊന്നും അറിയില്ല. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹിയെ ജീവന്റെ കൂടെ താമസിച്ച് അനുഭവിച്ച ആളുകളാ പറയുന്നത് അൽ അമീനായിരുന്നു, കളവൊരിക്കലും പറഞ്ഞിട്ടില്ല എന്ന്. ആ മുഹമ്മദ് റസൂലുള്ളാഹി അവരോട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞത് അല്ലാഹ് മാത്രമേ കേൾക്കുള്ളൂ, വേറെ നിങ്ങൾ പറയുന്നവരാരും ഇത് കേൾക്കാൻ കഴിയുന്നവരല്ല എന്ന് പറഞ്ഞപ്പോ അവർക്കത് പെട്ടെന്ന് സ്വീകരിക്കാൻ സാധിച്ചില്ല. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പിതാവിന്റെ സഹോദരനാണ് അബൂലഹബ്. ആദ്യമായിട്ട് റസൂലുള്ളാഹിയെ ഒരാൾ ചീത്ത പറഞ്ഞത് അബൂലഹബാണ്, പിതാവിന്റെ സഹോദരനാണ്. എന്താ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ. അപ്പൊ എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് പറയുന്ന ഒരാൾക്ക് പിന്നീട് അതിനപ്പുറം ഏതെങ്കിലും ഒന്നിലേക്ക് അവരുടെ തേട്ടമോ അവരുടെ പ്രതീക്ഷയോ അവരുടെ പ്രാർത്ഥനയോ പോകാൻ പാടില്ല എന്നതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കേട്ടപ്പോഴാണ് അബൂലഹബ് പറഞ്ഞത്, തബ്ബല്ലകി യാ മുഹമ്മദ്, നീ എന്തൊരു നാശത്തിൽ ചെന്നിട്ടാ പെട്ടത്, നീ നശിച്ചു പോയല്ലോ. എന്തിന്റെ പേരിൽ? റസൂലുള്ളാഹിനോട് പറയാ നീ നശിച്ചു, അല്ലാഹ് മാത്രം മതി എന്ന് പറയുന്ന നിന്റെ ഈ വാദം, നീ പറഞ്ഞ ഈ സമയം മുതൽ നീ നശിച്ചവനാണ്. ഒരായത്ത് തന്നെ, ഒരു അധ്യായം തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിക്കാൻ കാരണമായ വർത്തമാനമാണ് അബൂലഹബിൽ നിന്നുണ്ടായത്. അബൂലഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹിയെ പോലെ തന്നെ നല്ല സുമുഖനായിരുന്നു, അല്ലാത്ത ശരീരമായിരുന്നു, നല്ല തിളക്കമുള്ള, നല്ല വർണ്ണമുള്ള, ആരും ആകർഷിക്കുന്ന നല്ലൊരു ശരീരമായിരുന്നു, നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, നല്ല സമ്പത്ത് ഉണ്ടായിരുന്നു, പരിചാരകരുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താ പറയുന്ന അബൂലഹബ്, നിന്റെ ഇരുകരങ്ങളും നശിച്ചിരിക്കുന്നു, നിന്റെ സമ്പത്തോ നിന്റെ സമ്പാദ്യമോ നിനക്ക് ഉപകരിക്കുകയില്ല, നീ നരകത്തിലാണ് എന്ന് ഒരു അധ്യായം തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അത് അതുപോലെ സംഭവിച്ചു എന്നതാണ് അതിൽ വലിയൊരു മുഅ്ജിസത്ത്. പരിശുദ്ധ ഖുർആനിൽ ചില അധ്യായങ്ങൾക്ക് അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. ജീവിച്ചിരിക്കെ ആ മനുഷ്യന്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നുള്ള പറഞ്ഞു, അതങ്ങനെ തന്നെ സംഭവിച്ചു. അവന്റെ കരങ്ങൾ, രണ്ടു കൈകളുമാണ് രോഗങ്ങൾ കൊണ്ട് തുടങ്ങിയതെന്ന്. ആ കരങ്ങൾ ഇങ്ങനെ രോഗമായി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. അവന്റെ സമ്പത്ത് നശിച്ചു, കുടുംബക്കാരൊക്കെ ഒഴിവാക്കി. അവസാനം കട്ടിലിൽ നിന്ന് ജീവനറ്റപ്പോൾ ദൂരെ നിന്ന് വലിയ ഒരു കൊള്ളി കൊണ്ട് താഴേക്ക് തട്ടിയിട്ടു മറ ചെയ്തു എന്നൊക്കെയാണ് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. പറയുന്നത് റസൂലുള്ളാഹിയെ ചീത്ത പറഞ്ഞു എന്നത് അള്ളാഹ്ക്ക് തീരെ പറ്റിയില്ല. അള്ളാഹ് ഉടനെ ഇടപെട്ടു അവിടെ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിക്ക് പറ്റാത്ത ഒരു വർത്തമാനവും നമ്മുടെ വർത്തമാനങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. എന്താ കാരണം? അത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്, അഷ്റഫുൽ ഖൽഖാണ്, സയ്യിദുൽ അംബിയ ആണ്, സയ്യിദുൽ മുർസലീനാണ്. മുഴുവൻ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠതയുള്ള മഹാപ്രവാചകനാണ് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുൽ അംബിയ എന്ന് പറഞ്ഞ അള്ളാഹ് അംബിയാക്കളായി അയക്കപ്പെട്ടവരോടൊക്കെ നേതാവാണ്. മുർസലീങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളിൽ തന്നെ പ്രത്യേക ദർജയുള്ള ആളുകളാണ് മുർസലീങ്ങൾ.
അവരുടെ നേതാവാണ് റസൂലുള്ളാഹ്. അപ്പൊ ലോകത്ത് എന്തൊരു അനുഗ്രഹമാണ്. ആ മുഹമ്മദ് റസൂലുള്ളയാണ് നമ്മളോട് പറയുന്നത് എന്ത്? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കണം. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ പ്രതീക്ഷ, നിങ്ങളുടെ നേട്ടം അല്ലാത്ത ഒന്നിലേക്ക് പോവാൻ പാടില്ല. ഞാൻ ഓതിവെച്ച ആയത്ത്, ആമുഖമായിട്ട് ഓതിവെച്ച ആയത്ത് സൂറത്ത് നിസായിലെ 45-ാമത്തെ വചനമാണ്. വല്ലാഹു അഅലമു ബിഅഅദാഇക്കും വകഫാ ബില്ലാഹി വലിയൻ വകഫാ ബില്ലാഹി നസീറാ. അല്ലാഹുവിന് മാത്രമാണ് നമ്മുടെ ശത്രുക്കളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അപ്പോ നമുക്ക് അതിൽ നിന്ന് രക്ഷ തേടണമെങ്കിൽ നമ്മൾ ആരോട് ചോദിക്കണം? അള്ളാഹുവിനോട് ചോദിക്കണം. കാരണം വകഫാ ബില്ലാഹി വലിയൻ, നമുക്കൊരു സംരക്ഷകനായിട്ട്, ഒരു വലിയായിട്ട് അവൻ മതിയായവനാണ്. അള്ളാഹ് മതിയായവനാണ്. വകഫാ ബില്ലാഹി നസീറാ, നമ്മുടെ സംരക്ഷണത്തിനും അള്ളാഹ് മതിയായവനാണ്. ഈ രണ്ടു കാര്യങ്ങളാണ് നമ്മൾ ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത്. ഇത് പരിശുദ്ധ ഖുർആനിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരുന്നത്. അതാണ് റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്ത് പ്രതിസന്ധി വന്നാലും ആ റസൂലുള്ളയെ കണ്ടുപഠിച്ച ആളുകൾ അങ്ങനെയാണ് ശീലിച്ചത്. ഉഹദ് സമരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ സ്വഹാബാക്കൾക്കും ഒക്കെ നന്നായിട്ട് ശരീരത്തിന് മുറിവ് പറ്റി, നല്ല മുറിവ് പറ്റി. കാരണം അതിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചു. റസൂലുള്ളാഹിയുടെ നിർദ്ദേശം തെറ്റിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ ആ നിർദ്ദേശത്തിനപ്പുറം പ്രവർത്തിച്ചപ്പോൾ വലിയ ഒരു അപജയം അതിലേക്ക് കയറി വന്നു. ഒരുപാട് ആളുകൾക്ക് ശരീരത്തിന് നന്നായിട്ട് മുറിവേറ്റു. റസൂലുള്ളാഹിന്റെ ശരീരത്തിന് തന്നെ നല്ല മുറിവുകളേറ്റു. ഈ ഉഹദ് സമരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിയും സഹാബാക്കളും ഇരിക്കുന്ന സമയത്ത് ഈ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്ന ഉഹദിൽ പങ്കെടുത്ത സ്വഹാബിമാരുടെ ഇടയിൽ ചില ആളുകൾ വന്നിട്ട് ചില വർത്തമാനങ്ങൾ പറഞ്ഞു. ഒറ്റക്കും തെറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ അവരുടെ സ്വകാര്യത്തിൽ ചില വർത്തമാനം പറഞ്ഞു. പിന്നെ മുഹമ്മദിന്റെ കൂടെ തന്നെയാണ് നിങ്ങൾ നിൽക്കാൻ വിചാരിക്കുന്നതെങ്കിൽ ഈ കിട്ടിയതൊന്നും അല്ല, ഇതിനേക്കാൾ വലുത് കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തടി കാക്കണമെങ്കിൽ നിങ്ങൾ മുഹമ്മദിനെ വിട്ടിട്ട് നിങ്ങൾ കഴിച്ചിലായിക്കോളുന്നു. ആരോടാ പറയണത്? ബദ്ർ കഴിഞ്ഞ് ഉഹദ് കഴിഞ്ഞിരിക്കുന്ന റസൂലുള്ളാഹിയുടെ സ്വഹാബിമാരോട്. ഇപ്പൊ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. എന്താ കാരണം? ഇന്നന്നാസ ഖദ് ജമഊ ലക്കും, നിങ്ങൾക്കെതിരെ വലിയ ഒരു സൈന്യം മക്കയിൽ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവരും കണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയതൊന്നും അല്ല, ഇതിനേക്കാൾ വലുത് കിട്ടാൻ പോകും. അത്യാവശ്യം നല്ല ശരീര മുറിവും വേദനയുള്ള അവസരത്തിലാണ് ഇങ്ങനെ ഒരു ഉപദേശം ചില ആളുകൾ വന്നിട്ട് സ്വഹാബിമാരുടെ ചെവികളിൽ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു രംഗത്തെ, അവരാ പറഞ്ഞ വർത്തമാനത്തെ ഒരു ആയത്തായി റസൂലുള്ളാഹിക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ വഴിയായിട്ട് പറഞ്ഞു കൊടുത്തു. നബിയെ, ഇങ്ങനെ ചില വർത്തമാനങ്ങൾ ചില ആളുകൾ നിങ്ങളുടെ ആളുകളുടെ അടുത്ത് വന്നു പറയുന്നുണ്ട്. സൂറത്ത് ആല ഇമ്രാന്റെ 173-ാമത്തെ വചനം നോക്കിയാൽ അതിന്റെ സബബ് നുസൂല് തന്നെ ഈ ഉഹദ് കഴിഞ്ഞതിനു ശേഷമുള്ള ഈ ഒരു സംഭവങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ആളുകള് നിങ്ങൾക്കെതിരെ വലിയൊരു സൈന്യത്തെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഫഖ്ശൗഹും, അവരെ പേടിക്കണം. നിങ്ങൾ പേടിച്ചു വേഗം കേച്ചിലായിക്കോളി, അല്ലെങ്കിൽ വലിയ മുസീബത്ത് നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ, ഈ സംസാരം കേട്ടപ്പോൾ സ്വഹാബിമാർക്ക് എന്താ സംഭവിച്ചത്? അവർക്ക് അവരുടെ ഉറപ്പ് കൂടി, ഈമാൻ വർദ്ധിച്ചു. അവർ സ്വഹാബിമാരുടെ ഹൃദയങ്ങളുടെ ഈമാൻ വർദ്ധിച്ചു. അള്ളാഹ് പറയാ ഫസാദഹും ഈമാന. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു ആ സമയത്ത് എന്ത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ റബ്ബിലാണ്, അവൻ ഞങ്ങൾക്ക് മതിയായവനാണ്. എന്ത് രസമാണ് ആ ഒരു പ്രഖ്യാപനം. ബാങ്ക് കൊടുത്തപ്പോ അനുബന്ധമായിട്ടൊരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തും. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരുപക്ഷെ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിലൊരു വലിയൊരു കാര്യമായിക്കോട്ടെ.
എന്നൊരാഗ്രഹത്തോടെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുകയാണ്. കുറെ സ്വഹാബിമാര് റസൂലുള്ളാഹിന്റെ കൂടെ പള്ളിയിലുണ്ട്. അപ്പൊ റസൂൽ അവരോട് പറഞ്ഞു, മൻ ഖാല മിത്ല ഹാദ, ആരെങ്കിലും ആ ബാങ്ക് കൊടുക്കുന്നവനെ പോലെ നിങ്ങളും പറഞ്ഞാൽ ദഖലൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അതായത് ബാങ്ക് കേൾക്കുമ്പോൾ, സാധാരണ നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് സഹോദരിമാര് സ്ത്രീകളൊക്കെ അധിക ബാങ്ക് കേൾക്കുമ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള പരാതികൾ പറയാനോ നേരം ഉണ്ടാവുക. ഇതിങ്ങനെ കേൾക്കാമല്ലോ. ലൊഹറ് ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ പറയും, പടച്ചോനെ ബാങ്ക് കൊടുത്ത് മീൻ മുറിച്ചിട്ടില്ല, ചോറായിട്ടില്ല, പച്ചക്കറി കിട്ടിയിട്ടില്ല എന്ന്. അസർ ബാങ്ക് കൊടുത്താലോ, പടച്ചോനെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാനായി. മഗ്‌രിബ് ബാങ്ക് കൊടുത്താലോ, മറ്റേ ചങ്ങായി വരാനായി, മൂപ്പർക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടില്ല. അങ്ങനെ ഓരോ ബാങ്കിനും വ്യത്യസ്തമായിട്ടുള്ള പരാതികളെ പറയാം. എന്നാൽ റസൂലുള്ള പറഞ്ഞ എന്താണെന്നറിയോ, നിങ്ങൾ ആ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോ നിങ്ങളും അതുപോലെ പറയാം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ നമ്മളും അല്ലാഹു അക്ബർ അല്ലാഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് നമുക്കറിയാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുക. അങ്ങനെ മുഴുവനും അതുപോലെ പറഞ്ഞു അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തുൽ ഖായിമ എന്നുള്ള പ്രാർത്ഥനയും പ്രാർത്ഥിച്ചാൽ അത് നിങ്ങൾക്ക് സ്വർഗം പ്രവേശിക്കാനുള്ള ഒരു കാരണമാണെന്ന് പറഞ്ഞു തന്നത് ആരാ? മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അതുകൊണ്ട് അത് നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. അതുകൊണ്ട് ഇനി ബാങ്ക് കേൾക്കുമ്പോ നമുക്ക് ഇത് ഓർമ്മ വേണം. എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല, സ്വർഗം ലഭിക്കാനുള്ളത്. ഒരു പക്ഷെ അതായിരിക്കും നമുക്ക് സ്വർഗം ലഭിക്കാനുള്ള വലിയൊരു കാര്യവും. അല്ലാഹ് സ്വീകരിക്കും. റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മളത് പറയുമ്പോൾ നമുക്ക് പ്രതിഫലമുണ്ട്, ആ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്, സുന്നത്തിനെ അനുധാവനം ചെയ്തതിന്റെ പ്രതിഫലമുണ്ട്, റസൂലുള്ളാഹി അതൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക. അപ്പൊ അത് ഇനിയുള്ള ബാങ്കുകൾ കേൾക്കുമ്പോൾ പരാതികൾ മാറ്റിയിട്ട് സമയം നോക്കാതെ ഈ ഒരു പ്രാർത്ഥന അതിന്റെ കൂടെ പ്രാർത്ഥിച്ച് ആ സ്വർഗത്തെ പ്രതീക്ഷിക്കുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അവന്റെ ഔദാര്യമായി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ പറഞ്ഞു വന്നത്, ആ ഉഹദീങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ മുമ്പിൽ വലിയ ഒരു പ്രതിസന്ധി ഇങ്ങനെ മുട്ടി നിൽക്കുമ്പോ അവർ ഉടനെ പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അത് അള്ളാഹു വല്ലാത്ത ഇഷ്ടായി. അള്ളാഹുവിനത് വല്ലാത്ത ഇഷ്ടായി. കാരണം എന്താ, ഇനി ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ആളുകൾ ഈ ആയത്ത് ഓതണല്ലോ. സൂറത്ത് ആൽ ഇംറാന്റെ 173 ആയത്താണ്. അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബ് എല്ലാ കാര്യത്തിനും മതിയായവനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടില്ല. അപ്പൊ ഇങ്ങനെയാണ് റസൂലുള്ള പഠിപ്പിച്ച ദീന്, റസൂലിൽ നിന്ന് പഠിച്ച ആളുകളുടെ സ്വഭാവവും അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾ തെറ്റായ രീതിയിൽ റസൂലുള്ളാഹിനെയും അതുപോലെ തന്നെ മഹാന്മാരെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ശരിയായ രൂപത്തിലല്ല. അവിടെയാണ് നമ്മൾ ഈ പ്രാർത്ഥനയുടെ പ്രസക്തി പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനകൾക്കൊരു വല്ലാത്ത അത്ഭുതമാണ്, വല്ലാത്ത അത്ഭുതം. കാരണം അതിനൊരു വല്ലാത്ത ഒരു വിസ്മയമുണ്ട്, വല്ലാത്ത ഒരു മാധുര്യമുണ്ട്. ആലോചിക്കുമ്പോഴൊക്കെ ഹൃദയത്തിന് വല്ലാത്ത സന്തോഷം തരും. റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, യാ ഹയ്യ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യ യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹ്, സർവ്വതും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനായ അല്ലാഹ്. അതെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്തിനെ കൊണ്ട് നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അസ്ലിഹ് ലീ ശഅനി കുല്ല, എന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവേ നീ ശരിപ്പെടുത്തി തരണം. എന്താ മനുഷ്യന്റെ കാര്യങ്ങൾ? ഇഹലോക പരലോകം രണ്ടിലും പെടും. ഇഹലോകം ശരിയാവണം, പരലോകം ശരിയാവണം. അപ്പൊ ഇഹലോകത്തെ എല്ലാ കാര്യങ്ങളും ശരിയാവാൻ ആരോടാ ചോദിക്കേണ്ടത്?
അള്ളാഹുവിനോട്. ആരാ പഠിപ്പിച്ചു തരുന്നത്? മുഹമ്മദ് റസൂലുള്ള. എന്നിട്ട് പറയാണ് വലാ തക്കിൽനി നഫ്സ്, എന്റെ നഫ്സിന്, എന്റെ ശരീരത്തെ, ആരെ? റസൂലുള്ള പറയാണ്, എന്റെ ശരീരത്തെ അള്ളാഹുവെ നീ എന്നെ ഏൽപ്പിക്കല്ലേ. എന്റെ കണ്ണൊന്ന് പൂട്ടി തുറക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നമ്മളിങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ അറിയാതെ ഈ കണ്ണിങ്ങനെ ചിമ്മുന്നില്ലേ? അതിന് വലിയൊരു രഹസ്യം ഉണ്ടല്ലോ അല്ലെ, വലിയൊരു അത്ഭുതം ഉണ്ടല്ലോ. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണിങ്ങനെ ഇടക്ക് അടയുന്നത്. അങ്ങനെ അടഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവം? ആ കണ്ണ് പിന്നെ അധിക കാലം നിൽക്കൂല, പൊട്ടിത്തെറിച്ചു പോവും, വരണ്ടു പോവും, കണ്ണ് വേദന വരും. കണ്ണടക്കാതെ വന്നാൽ നിങ്ങൾ കുറച്ചു സമയം, ഇപ്പൊ വേണ്ട, വീട്ടിൽ പോയതിന് ശേഷം നോക്കോണ്ടി, കുറച്ചു സമയം ഇങ്ങനെ കണ്ണ് തുറന്നു പിടിച്ചിട്ട് ഒരാളെങ്ങനെ നോക്കോണ്ടി അടക്കാതെ, കണ്ണിന്റെ ബുദ്ധിമുട്ട് അറിയും. ആ ബുദ്ധിമുട്ട് നമുക്ക് ഇല്ലാത്ത തരത്തിൽ അവന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് അടക്കാനുള്ള സംവിധാനത്തിലാണ് ഈ കണ്ണിനെ സൃഷ്ടിച്ചത്. എന്തൊരു അത്ഭുതല്ലേ! എന്റെ ഒരു സഹോദരന്, അവന് ഈ ഇലക്ട്രിക്കിന്റെ പണിയെടുക്കുന്ന ആളാ. അപ്പോ ഈ കോണിന്റെ മേലെ നിന്ന് ഒരു കുറച്ച് കനമുള്ള ഒരു സ്പാൻഡർ തലന്റെ ഇവിടെ വീണു, ഈ ഭാഗത്ത് താഴേക്ക്. ഗൾഫിൽ വെച്ചിട്ടാ സംഭവിച്ചത്, കുവൈറ്റിൽ വെച്ചിട്ട്. അങ്ങനെ അവന് പ്രശ്നമായി. അപ്പൊ തന്നെ ആള് പിന്നെ ബോധം കിട്ടു. ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഭാഗ. അതുകൊണ്ട് നമ്മള് കുട്ടികളൊന്നും പെരടിക്കടിക്കരുത്, മുഖത്തടിക്കരുത് എന്നൊക്കെ പഠിപ്പിക്കുന്ന അതാ. വല്ലാത്ത സംഭവം അവിടെ. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ട് അവിടെ ഒരു മുഴ വന്നു, ഈ ഭാഗത്ത് ഒരു മുഴ വന്നു. ഈ മുഴ പിന്നെ ഡോക്ടറെ അടുത്ത് നിന്ന് കാണിച്ചപ്പോ എല്ലാ ഡോക്ടർമാരും, എല്ലാ ഓപ്പറേഷൻ ചെയ്യുന്ന സർജന്മാരും പറഞ്ഞു, ഇവിടെ ഇത് ഓപ്പറേഷൻ ചെയ്ത് ഈ മുഴ നീക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3-4 സംഭവങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ നിങ്ങളുടെ കണ്ണ് സ്ഥിരമായിട്ട് അടഞ്ഞു പോവാം, അല്ലെങ്കിൽ കണ്ണ് സ്ഥിരമായിട്ട് തുറന്നിരിക്കാം, നിങ്ങളുടെ ചെവി, ആ ഭാഗത്തെ ചെവിയുടെ കേൾവി നഷ്ടപ്പെടാം, നിങ്ങളുടെ ചുണ്ടുകൾ ആ നിൽക്കുന്ന സ്ഥാനം തെറ്റാം. ഇതൊക്കെ സംഭവിക്കും ഈ ഓപ്പറേഷൻ ചെയ്താൽ. ഇതെല്ലാം സംഭവിക്കാം, ഇതിൽ ഏതെങ്കിലും 1-2 സംഭവിക്കാം. അതുകൊണ്ട് പരിപൂർണ നിങ്ങളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ. എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും ഇത് തന്നെ മറുപടി പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യുകയും വേണം. അവസാനം ഓപ്പറേഷൻ ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് പിന്നീട് അടഞ്ഞിട്ടില്ല. ഒരു കണ്ണടയൂല, ഒരു കണ്ണടയും, ഒരു കണ്ണടയൂല. ചുണ്ട് വേറെ ഭാഗത്തേക്ക് പോയി. ഈ പറഞ്ഞ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഈ കണ്ണ് അടയാതിരുന്നാലുള്ള ബുദ്ധിമുട്ട് എന്താ? മനുഷ്യന് ഉറങ്ങാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, കണ്ണടയാതിരുന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? എന്നിട്ടിപ്പോ കോയമ്പത്തൂര് കണ്ണാശുപത്രിയിൽ പോയിട്ട് ആ ഒരു കണ്ണിനെ സ്ഥിരമായി തുന്നിട്ട് നിർത്തിയിരിക്കുക. ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ഔദാര്യമായി തന്നിട്ടുള്ള കണ്ണിന്റെ മാത്രം ഒരു ചെറിയ സംഭവത്തെ എത്ര വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവുക. എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത്. അപ്പൊ റസൂലുള്ള പറയണം, അള്ളാഹു എന്റെ കണ്ണൊന്ന് പൂട്ടി തുറക്കുന്ന ആ ഒരു ചെറിയ സമയം പോലും എന്റെ ശരീരത്തിന്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കല്ലേ അള്ളാഹ്. എന്താ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? റസൂലുള്ള അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ കണ്ണൊന്ന് തുറന്ന് അടക്കുന്ന, ചിമ്മുന്ന എന്ന് പറയില്ല നമ്മള്, ആ ഒരു സമയം പോലും എന്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കല്ലേ. കഴിയില്ല. എന്നാൽ പിന്നെ എങ്ങനെ നമ്മൾ റസൂലുള്ളാഹിനോട് നമ്മളെ കാര്യം ഏൽപ്പിക്കുക? എങ്ങനെ നമ്മൾ റസൂലുള്ളാഹിനോട് നമ്മളെ കാര്യം ഏൽപ്പിക്കുക? നബിയേ, ഞങ്ങളെ കാര്യങ്ങൾ ശരിപ്പെടുത്തി തരണേ, ഞങ്ങളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണേ. എങ്ങനെ പറ്റുക? റസൂലുള്ള പറയാ, എന്റെ സ്വന്തം ശരീരത്തിൽ ഞാനൊന്ന് കണ്ണടച്ചു തുറക്കുന്ന സമയം പോലും അള്ളാഹ് എന്നെ നീ ഏൽപ്പിക്കല്ലേ. ആ റസൂലുള്ള ഈ ലോകത്തുള്ള ബാക്കിയുള്ള മനുഷ്യരെ മുഴുവൻ കാര്യം ഏറ്റെടുക്കുവോ? ഏറ്റെടുക്കൂലല്ലോ. അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുമോ റസൂലുള്ളാക്ക്? പറ്റൂല. കാരണം റസൂലുള്ള പറഞ്ഞു, എന്റെ ദൗത്യം അതല്ല. എന്റെ ദൗത്യം അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണമെന്ന ഈ സന്ദേശം നിങ്ങൾ എത്തിക്കുക എന്നതാണ്. ഇല്ലാ നദീറും വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. ആ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലായിട്ട് കാണാം. അള്ളാഹ് പറയുന്നതിന്റെ ചില സന്ദർഭത്തിൽ അവരുടെ കാര്യത്തിൽ നിനക്ക് യാതൊരു കൈകാര്യം നിന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന ധാരാളം ആയത്തുകളുണ്ട്.